Hello. Next topic is friend function. Friend function. Friend function എന്നുള്ളത് ഒരു ക്ലാസ്സിൻ്റെ ഫ്രണ്ടാണ്, പക്ഷേ ആ ക്ലാസ്സിൻ്റെ മെമ്പർ ഫംഗ്ഷൻ അല്ല. ഒരു ക്ലാസ്സിൻ്റെ ഫ്രണ്ടാണെന്ന് പറയുമ്പോൾ that friend function can access the variables of the class. സാധാരണ നമുക്കറിയാം ഒരു മെമ്പർ ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമാണ് ക്ലാസ്സിൻ്റെ വേരിയബിൾസ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. Only the member functions can access the variables of the class. But C++ supports a concept called a friend function in such a way that if a function is made as a friend of the class, then that function can access the variables of that class. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് we have to define a function as friend function. So use the keyword friend void. I am giving a function as moderate. The function name, my aim is to give some moderation. We have class number, name and marks, and so my aim is to give some moderation for the student. അപ്പോൾ ഫ്രണ്ട് വോയിഡ് മോഡറേറ്റ് എന്നൊരു ഫംഗ്ഷൻ കൊടുത്താൽ ഫ്രണ്ട് വോയിഡ് മോഡറേറ്റ് എന്ന ഫംഗ്ഷൻ ഞാൻ കൊടുക്കുകയാണ്. ഐ ആം ഗിവിങ് എ ഫംഗ്ഷൻ ലൈക്ക് ദിസ് ഫ്രണ്ട് വോയിഡ് മോഡറേറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. സ്റ്റുഡൻറ്റ് S1 ക്രിയേറ്റ് ചെയ്തു. എനിക്ക് S1 ഡോട്ട് മോഡറേറ്റ് എന്ന് കോൾ ചെയ്യാൻ പറ്റില്ല, കാരണം എന്തല്ല ഇത് ഈ ഫംഗ്ഷൻ്റെ ഈ ക്ലാസ്സിൻ്റെ മെമ്പർ ഫംഗ്ഷൻ അല്ലാത്തതുകൊണ്ട് എനിക്ക് എന്ത് പറ്റില്ല. ഐ കനോട്ട് കോൾ യൂസിങ് S1 ഡോട്ട് മോഡറേറ്റ്. സോ ഐ നീഡ് ടു കോൾ ലൈക്ക് ദിസ്. ഐ ക്യാൻ കോൾ ലൈക്ക് മോഡറേറ്റ്. മോഡറേറ്റ് എന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ അതിനകത്തൊരു മീനിങ് ഇല്ല, കാരണം മോഡറേറ്റ് എന്നുള്ള ഫംഗ്ഷൻ എവിടെയാണെന്ന് നമുക്കറിയില്ല, എന്താ അറിയില്ല, എന്തിനാണ് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ല. സോ my aim is to do some operation on this object. അതായത് S1 എന്ന ഒബ്ജക്റ്റാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്. ഐ നീഡ് ടു ഗീവ് മോഡറേഷൻ. S1 അല്ല, ഏത് ഒബ്ജക്റ്റ് ആണെങ്കിലും, ഇപ്പോൾ S1 S2 എന്തായാലും ഏത് ഒബ്ജക്റ്റ് ആണെങ്കിലും ഐ നീഡ് ടു ഡു സം ഓപ്പറേഷൻ ഓൺ ദി ഒബ്ജക്റ്റ്. ഐ നീഡ് ടു ഡു സം ഓപ്പറേഷൻ ഓൺ ദി ഒബ്ജക്റ്റ്. സോ ഐ ഹാവ് ടു സ്പെസിഫൈ ദ ഒബ്ജക്റ്റ് ഹിയർ. എങ്കിൽ മാത്രമാണ് ഈ ഒബ്ജക്റ്റും ക്ലാസ്സും ഈ ഫംഗ്ഷനും ക്ലാസ്സുമായിട്ട് ബന്ധം വരുള്ളൂ. അതായത് S1 എന്ന ഒബ്ജക്റ്റിനെയാണ് മോഡറേറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തുന്നുണ്ടെങ്കിൽ ആ S1 എന്ന ഒബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മൾ സാധാരണ മെമ്പർ ഫംഗ്ഷൻ ആണെങ്കിൽ S1 ഡോട്ട് എന്ന കോൾ ചെയ്യാറ്. S1 ഡോട്ട് accept, S1 ഡോട്ട് ഡിസ്പ്ലേ. അപ്പോൾ S1 ഡോട്ട് എന്ന് വി cannot call in the case of moderate because moderate is not a member function. So a friend function is not a member function, but is a friend of the class and it can access the variables എന്ന് പറഞ്ഞത്. അപ്പോൾ മോഡറേറ്റ് S1 എന്ന് കൊടുത്തു കഴിയുമ്പോൾ S1 എന്താണ്? S1 ഇതിൻ്റെ പാരാമീറ്ററാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ പാരാമീറ്റർ എന്ത് കൊടുക്കണം? പാരാമീറ്റർ എന്താണ്? പാരാമീറ്റർ ഈസ് സ്റ്റുഡൻറ്റ് അല്ലേ? പാരാമീറ്റർ ഈസ് സ്റ്റുഡൻറ്റ്. അപ്പോൾ S1 എന്നത് സ്റ്റുഡൻറ്റ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ആയതുകൊണ്ട് the parameter is student. ഇനിയിപ്പോൾ അതിൻ്റെ ബോഡി കൊടുക്കുക. ബോഡി ഡിഫൈൻ ചെയ്യുമ്പോൾ we can void moderate. There is no need to give friend there. Void moderate സ്റ്റുഡൻറ്റ് ക്ലാസ്സിൻ്റെ ഡമ്മി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. void moderate student A. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് I am giving cout previous marks equal to A dot marks. ഓക്കെ, പഴയ മാർക്ക് A dot marks ആണ് കൊടുത്തു. end line. Then I am modifying the marks. A dot marks equal to A dot marks plus 10. 10 മാർക്ക് കൂട്ടി കൊടുത്തു. then cout
new marks is equal to a dot marks, end line. Okay, so this is how I am accessing the private variables of this class. അപ്പോൾ എ എന്നുള്ള ഒബ്ജക്റ്റ് അതിൻ്റെ കോപ്പി ഇവിടെ എത്തിക്കഴിഞ്ഞു അല്ലേ. എ എന്നുള്ള ഒബ്ജക്റ്റിൻ്റെ കോപ്പിയാണ് ഇവിടെ കിട്ടിയത്. മോഡറേറ്റ് S1 കോൾ ചെയ്യുമ്പോൾ ദ കോപ്പി ഓഫ് ദി S1 ഈസ് ഒബ്റ്റൈൻഡ് ഇൻ എ ആൻഡ് എ ഡോട്ട് മാർക്സ് പ്രിൻ്റ് ചെയ്തു. അത് കഴിഞ്ഞ് 10 മാർക്ക് കൂട്ടി, അത് കഴിഞ്ഞ് ന്യൂ മാർക്സ് പ്രിൻ്റ് ചെയ്തു. ഓക്കെ, വിൽ സീ വാട്ട് ഈസ് ഔട്ട്പുട്ട്. Okay, previous marks 0, new marks 10. So I haven't given the accept clause there, that's why. So I need to give accept before that. S1 dot accept. Okay, I am accepting the input. Okay, compilation, execution, enter class number, name, marks. Class number, name, and marks I am giving as 30. So previous marks equal 30, new marks equal to 40. So the concept is that the friend function can access the private variables of the class even though it is not a member function. മെമ്പർ ഫംഗ്ഷൻ ആവാത്തതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വോയിഡ് കഴിഞ്ഞിട്ട് സ്റ്റുഡൻ്റ് എന്ന വാക്ക് കൊടുക്കാത്തത്. അപ്പോൾ ഇങ്ങനൊരു വെറുതെ ഒരു ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്തിട്ട് കാര്യമില്ല. എന്ത് വേണം? വി ഹാവ് ടു ഇൻറ്റിമേറ്റ് ദ ക്ലാസ് ദാറ്റ് ദർ ഇസ് എ ഫംഗ്ഷൻ കോൾഡ് ഫ്രണ്ട് ഫംഗ്ഷൻ. ഈ ഒരു ലൈൻ കൊടുക്കണം. കാരണം ഈ ഒരു ക്ലാസിൻ്റെ വേരിയബിൾസിന് ആക്സസ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഐ നീഡ് ടു ഇൻഫോം ദി ക്ലാസ് ദാറ്റ് ദർ ഈസ് എ ഫംഗ്ഷൻ കോൾഡ് മോഡറേറ്റ് which is allowed to access the variables. അതാണ് ഈ ഫ്രണ്ട് വോയിഡ് എന്നുള്ള ഡിക്ലറേഷൻ ഉള്ളത്. എന്നിട്ട് വോയിഡ് മോഡറേറ്റ് എന്നൊരു ഇത് വെച്ചിട്ട് വി ആർ ഡിഫൈൻ ദ ബോഡി ഓഫ് ദി ഫംഗ്ഷൻ. എന്നിട്ട് വൈൽ കോളിംഗ് വി ആർ പാസിംഗ് ദ ആർഗ്യുമെൻറ്റ് ഇൻ ദി ബ്രാക്കറ്റ്. ഓക്കെ, ഇതുപോലെ വേറൊരു ഒബ്ജക്റ്റ് S1, S2 ഉണ്ടെങ്കിൽ S1, S2 ഉണ്ട്. S1 dot accept, S2 dot accept. So we have two values. Okay, two objects. അപ്പോൾ ഇത്രയും മാത്രം കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? S1 മാത്രം മോഡറേറ്റ് ചെയ്യും. ഓക്കെ, S1 മാത്രം മോഡറേറ്റ് ചെയ്യും. S2 കൂടി മോഡറേറ്റ് എന്ത് ചെയ്യണം? ഐ ഹാവ് ടു പാസ് ദി നെക്സ്റ്റ് ഒബ്ജക്റ്റ് മോഡറേറ്റ് S2. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ കണ്ടീഷൻ കൊടുക്കാം. അതായത് ഇത്ര മാർക്ക് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇഫ് മാർക്സ് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ അല്ലെങ്കിൽ ലെസ് ദാൻ ആണെങ്കിൽ മാത്രം ഗീവ് ദ മോഡറേഷൻ. അതെല്ലാം നമ്മൾ ലോജിക്കാണ്. അപ്പോൾ ഇതുപോലെയാണ് എന്ത് ചെയ്യുക? ഫ്രണ്ട് ഫംഗ്ഷൻ ആക്സസ് ചെയ്യുക. മോഡറേറ്റ് ബ്രാക്കറ്റിൽ S1, മോഡറേറ്റ് ബ്രാക്കറ്റിൽ S2. സോ വി ആർ ഗിവിങ് മോഡറേഷൻ ഫോർ ബോത്ത് ഓബ്ജക്ട്സ്. ഓക്കെ, അപ്പോൾ ഇത് എന്താണ്? വി ആർ യൂസിങ് ദ പാസ് ബൈ വാല്യൂ മെത്തേഡ് അല്ലേ? പാസ് ബൈ വാല്യൂ S1 ഡോട്ട് അക്സെപ്റ്റ് ചെയ്യേണ്ടത് മോഡറേറ്റ് S1 എന്ന് പറയുമ്പോൾ S1ൻ്റെ കോപ്പിയാണ് അവിടെ പോകുന്നത്. S1ൻ്റെ കോപ്പിയാണ് എയിൽ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്സ് മോഡിഫിക്കേഷൻ വരുത്തിയെങ്കിലും ആക്ച്വലി മാർക്സ് മോഡിഫിക്കേഷൻ ഇവിടെ വന്നിട്ടില്ല, S1ൽ വന്നിട്ടില്ല. കാരണം S1ൻ്റെ കോപ്പിയാണ് ഇവിടെ പോയത്. ദ കോപ്പി ഓഫ് ദി S1 ഈസ് ഒബ്റ്റൈൻഡ് ഇൻ എ ആൻഡ് സോ ദി ആക്ച്വൽ S1 ഈസ് നോട്ട് മോഡിഫൈഡ്. ഇനിയിപ്പോൾ ആക്ച്വൽ S1 കൂടി മോഡിഫിക്കേഷൻ വേണം എന്നുണ്ടെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു ഈസ് പാസ് ബൈ റെഫറൻസ്. അതായത് S1ൻ്റെ ആക്ച്വൽ മാർക്ക് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു യൂസ് പാസ് ബൈ റെഫറൻസ്. സോ വി ഹാവ് ടു ഡിഫൈൻ ഇറ്റ് ആസ് പാസ് ബൈ റെഫറൻസ്. സോ ഇറ്റ് ഈസ് സ്റ്റുഡൻറ്റ് ആമ്പർസാൻഡ് എ and here also student ampersand. So I am passing the address, and so the A is an will become an alias name for the object that is passed. ഇങ്ങനെ ആകുമ്പോൾ മാർക്സ് രണ്ട് സ്ഥലത്തും മാറും. സോ ഐ ആം using like this. Okay, so I am modifying the marks here. Then
here I am calling s1 dot display the marks before moderation. I am using I am commenting s2. Okay, so s1 dot display is called. I will delete it. I need only s1 now, I think. So student s1 dot accept, s1 dot display. So the value it is displayed suddenly. Then I am calling the function moderate. Then I am again calling the function display, s1 dot display. So in this case, if actual s1 was modified, then we should see the modified marks. അതായത് ഇവിടെ ശരിക്കും ആമ്പർസാൻഡ് ഇല്ലെങ്കിൽ what happens is that the actual marks will not be modified. കോപ്പിക്ക് അത് മാത്രമേ മാറ്റം വരുള്ളൂ. നോക്കാം. Okay, class number 1, name is Arun, marks is 30. Okay, class number 1, name Arun, marks 30 before moderate. Then after moderate also class number 1, name Arun, marks 30. So only the copy gets modified. Even though the friend function was able to access the marks variable, it was modified only in the copy. So if I need to get the marks modified of s1, then I need to define this function as pass by reference. So I am defining it as pass by reference. Okay, now let us see. Okay, class number 1, name Arun, then marks 30. Okay, now previously it was 1 Arun and 30, then after moderation it is 1 Arun and 40. Okay, so that's the logic of friend function. A friend function is a function which is not a member of the class but can access the variables of the class. The condition is that we have to specify that function as a friend function in the body of the class. ഈ ഫ്രണ്ട് ഫംഗ്ഷൻ ആണെന്ന കാര്യം ഇവിടെ നേരത്തെ പറയണം. എന്നിട്ട് ഒരു സാധാരണ ഫംഗ്ഷൻ പോലെ വെച്ചിട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ക്ലാസ്സിൻ്റെ വേരിയബിൾസ് ആക്സസ് ചെയ്യാം. അങ്ങനെ വേരിയബിൾസ് ആക്സസ് ചെയ്യുമ്പോൾ ഏത് ഒബ്ജക്റ്റിൻ്റെയാണ് വേരിയബിൾസ് ആക്സസ് ചെയ്യേണ്ടത് അത് മനസ്സിലാക്കണം. അത് മനസ്സിലാവണമെങ്കിൽ എന്ത് പാസ് ചെയ്യണം? ആ ഒബ്ജക്റ്റിൻ്റെ നെയിം ബ്രാക്കറ്റിൽ പാസ് ചെയ്യണം. So if I have one more object s1 comma s2, then I need to pass moderate s2 also. Okay, so this is the concept of friend function. അപ്പോൾ ഈ ഫ്രണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് പ്രൈവറ്റ് വേരിയബിൾസ് ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു ക്ലാസ്സിൻ്റെ പ്രൈവറ്റ് വേരിയബിൾസ് ആക്സസ് ചെയ്യാൻ പറ്റും ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് എ മെമ്പർ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ ലോജിക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആസ് എ റിയൽ എക്സാമ്പിൾ, assume that I have a purse and my purse was kept in my home. I forgot to take my purse. Then I may phone my wife and tell that my friend will come to collect the purse. I may phone my wife and tell that my friend will collect the purse. അങ്ങനെ നേരത്തെ ഈ പേഴ്സ് ഈസ് പ്രൈവറ്റ്. ഇപ്പം ഞാൻ പോവാൻ എനിക്ക് എന്ത് കിട്ടും? ഐ ക്യാൻ ഗെറ്റ് മൈ പേഴ്സ്. അതായത് മെമ്പർ ഫംഗ്ഷൻ ആണെങ്കിൽ ഐ ക്യാൻ ഗെറ്റ് മൈ പേഴ്സ്. അല്ലെങ്കിൽ എന്ത് വേണം? വേറൊരു ഫംഗ്ഷൻ ആണെങ്കിൽ എന്ത് പറഞ്ഞിട്ടുണ്ടാവണം? ഷുഡ് ബി ഇൻഫോംഡ്. അതായത് ദിസ് ഫംഗ്ഷൻ ഈസ് എ ഫ്രണ്ട് ഫംഗ്ഷൻ ആൻഡ് സോ ദിസ് ഫ്രണ്ട് ഫംഗ്ഷൻ ക്യാൻ ആക്സസ് ദി വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, സോ ദാറ്റ്സ് ദി കൺസെപ്റ്റ് ഓഫ് ഫ്രണ്ട് ഫംഗ്ഷൻ. Sometimes it finds application to connect between two classes. ഇപ്പോൾ ഒരു സെയിം ഫംഗ്ഷൻ തന്നെ, സെയിം ഫ്രണ്ട് ഫംഗ്ഷൻ തന്നെ രണ്ട് ക്ലാസ്സിൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ
that friend function can act as a bridge between two classes. ഒരു ഫംഗ്ഷൻ രണ്ട് ക്ലാസ്സിൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ it can act as a bridge or a communication medium between two classes. Okay. അപ്പോൾ ഇതൊരു concept or a facility in the C++ friend function. Okay.